ചട്ടമ്പി നാടെന്ന സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു പ്രശസ്ത ഡയലോഗുണ്ട്. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ആ ഡയലോഗ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത് നമ്മുടെ പത്മജ വേണുഗോപാലിനാണ്. ഗവർണറാക്കി കളയുമെന്നൊക്കെ വിചാരിച്ചു കളഞ്ഞു പത്മജ വേണുഗോപാൽ. മന്ത്രിയാക്കി കളയുമെന്നൊക്കെ വിചാരിച്ചു കളഞ്ഞു പത്മജ വേണുഗോപാൽ. MP ആക്കി കളയുമെന്നൊക്കെ വിചാരിച്ചു കളഞ്ഞു പത്മജ വേണുഗോപാൽ. ഒന്നും ആക്കിയില്ല. അവിടെയും എത്തിയില്ല, ഇവിടെയും എത്തിയില്ല. ഉത്തരത്തിലിരുന്നതും പോയി, കക്ഷത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല പത്മജ വേണുഗോപാൽ. നിന്ന തെരഞ്ഞെടുപ്പിലെല്ലാം തോക്കും. എവിടെ നിന്നാലും തോക്കുക എന്നുള്ളത് പത്മജ വേണുഗോപാലിൻ്റെ ജാതകമാണ്. 8 നിലയിൽ പൊട്ടും. 8 നിലയിൽ പൊട്ടിയാലും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല കേട്ടോ. അത് ഈ ഹരിശ്രേഷ്ഠ ഏത സിനിമയിൽ പറയുന്ന അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. പത്മജയ്ക്ക് BJP പോയപ്പോൾ BJP പത്മജയെ കൊണ്ടാടി. പത്മജയെ കൊണ്ടാടി എന്ന് മാത്രമല്ല, പത്മജയെ പൊക്കിക്കൊണ്ട് നടന്നു. ഇപ്പോൾ BJP പത്മജയെ തറയിട്ടേക്കുന്നു ടീം. പത്മജയ്ക്ക് ഇനി ചോദ്യവുമില്ല, ഉത്തരവുമില്ല. ഗവർണറാക്കിയില്ല, മന്ത്രിയാക്കിയില്ല, MP ആക്കിയില്ല. പോരാഞ്ഞിട്ട് ഒരു നിയമസഭാ മണ്ഡലം പോലും ഉപതെരഞ്ഞെടുപ്പിൽ നൽകിയില്ല. ഒരിടത്ത് നൽകാമായിരുന്നു, പാലക്കാട്, കൊടുത്തില്ല. ലോക്സഭാ മണ്ഡലം നൽകാമായിരുന്നു, പ്രിയങ്ക ഗാന്ധിക്കെതിരെ പത്മജ വേണുഗോപാൽ എന്നൊക്കെ ആഘോഷിക്കാമായിരുന്നു BJPക്ക്. അതും കൊടുത്തില്ല, കൊടുത്തതേയില്ല. പത്മജ വേണുഗോപാൽ ഇപ്പോൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. തെണ്ടിത്തിരിഞ്ഞ് തന്നെ നടക്കുകയാണ്. കരുണാകരനെയാണ് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിലൂടെ വഞ്ചിച്ചത്. എക്കാലവും RSSൻ്റെ മുഖ്യ ശത്രുവായിരുന്നു കരുണാകരൻ എന്ന ലീഡർ. എക്കാലവും RSSൻ്റെ ശത്രു. അദ്ദേഹത്തിൻ്റെതായ വീഴ്ചകൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെതായ വീഴ്ചകൾ ഉണ്ടായിരുന്നുവെന്ന് കേരള സമൂഹത്തിനറിയാം. കാരണം മക്കളെ ഒരുപാട് സ്നേഹിച്ചു പോയി അദ്ദേഹം. മക്കളെ സ്നേഹിച്ചതിനാണ് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടിയത്. മക്കളെ കൃത്യമായി സ്നേഹിച്ച് അവർക്ക് കൃത്യമായി ഇരിപ്പിടങ്ങൾ കൊടുക്കാൻ ലീഡർ നടത്തിയ ശ്രമങ്ങൾ ചെറുതൊന്നുമല്ല. ആ ശ്രമങ്ങളാണ് ഇപ്പോൾ തകർന്നു തരിപ്പണമായി മാറിയിരിക്കുന്നത്. മക്കൾ വളർന്നു കയറിയപ്പോൾ അവരെ സ്വന്തം പാതയിലേക്ക് വിടാൻ ലീഡർക്ക് കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ. കരുണാകരന് ഒരുപാട് ഇഷ്ടമായിരുന്നു അവരെ. അതുകൊണ്ട് തന്നെ പത്മജയ്ക്ക് ഒരു സീറ്റ്, പത്മജയ്ക്കൊരു പോസ്റ്റ്, ഇതൊക്കെ എക്കാലവും കരുണാകരൻ കരുതി വയ്ക്കുമായിരുന്നു. കോൺഗ്രസ് കൊടുത്തിട്ടുമുണ്ട്. ഇലക്ഷന് എന്നാൽ ജയിക്കാത്തത് കോൺഗ്രസിൻ്റെ പ്രശ്നമല്ല. പത്മജ വേണുഗോപാൽ എവിടെ നിന്നാലും തോക്കും എന്നുള്ളത് അവരുടെ തലവിധിയാണ്. കാരണം അവരെ അംഗീകരിക്കാൻ എന്തുകൊണ്ടോ ജനങ്ങൾക്ക് ആകുന്നില്ല. ജനങ്ങൾക്ക് അംഗീകരിക്കാനായാലേ അവർക്ക് വിജയിക്കാൻ പറ്റും. ഇവിടേക്കാണ് പത്മജ വേണുഗോപാൽ തേഞ്ഞു പോയത്. പത്മജ വേണുഗോപാലിന് തിരിച്ചടി കിട്ടിയത്. ഇപ്പോൾ BJPക്ക് പത്മജ വേണുഗോപാലിന് വേണ്ട. അവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളത് BJPക്ക് മനസ്സിലായി. അവരെ കൊണ്ട് ഒരു പ്രയോജനവും BJPക്ക് ഇല്ല. അവരെ കൊണ്ട് നഷ്ടമല്ലാതെ ലാഭമൊന്നും BJPക്ക് കിട്ടിയിട്ടില്ല. അത് BJP ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. നഷ്ടമല്ലാതെ ലാഭമൊന്നും കിട്ടാത്ത ഒരു ബിസിനസ്സിന് BJP എടുത്ത് ചാടത്തുമില്ല. ഇനി എന്ത് ചെയ്യും പത്മജ?